ദൈവസന്നിധിയിൽ പ്രത്യേക ഓർപ്പിക്കുകയാണ്. പ്രത്യേകാല് നാം ഇന്ന് കോട്ടേജ് മീറ്റിംഗ് ആയിട്ട് കൂടി വന്നിരിക്കുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. സൂം മീറ്റിങ്ങിൽ നാം ഇന്ന് രാത്രികാലമായിരിക്കുമ്പോൾ, എന്നാൽ സകലത്തെയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ എല്ലാം അറിയുന്നതും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ വാഞ്ചയും എല്ലാം ഹൃദയവാഞ്ച അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കട്ടെ. അതിനായിട്ട് നമ്മളെ ദൈവം ഒരുക്കട്ടെ. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം വായിക്കുന്നു. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ മകനും മകളുമായിരിക്കുന്ന നമ്മളെ ദൈവം വിളിക്കുകയാണ്. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. എങ്ങനെയാണ് നാം കർത്താവിൻ്റെ മകനും മകളുമായത്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായി, നമുക്ക് വേണ്ടി അവൻ പാപങ്ങളെ ഏറ്റു നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്ത്, നാം പാപത്തിൽ വീണ സ്ഥാനത്ത് നിന്ന് യേശു നമ്മെ വീണ്ടെടുത്ത് അവൻ്റെ മകനും മകളുമാക്കി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ മകനും മകളും എന്ന പദവിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ആ ദൈവം തൻ്റെ മക്കളെ വിളിക്കുകയാണ്. മക്കളെ, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവിൻ. ഇന്ന് ദൈവമായ കർത്താവ് പലപ്പോഴും എല്ലാ മനുഷ്യനോടും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദൈവമക്കളായിരിക്കുന്ന നമ്മോട് ദൈവത്തിന് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പലരും ദൈവസന്നിധിയിൽ ആ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവി തുറന്നു കൊടുക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. നാം പലപ്പോഴും തിരക്കിലും നമ്മുടെ ജോലി സംബന്ധമായ പ്രതിസന്ധികളിലും നാം കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ആ ശബ്ദം, മക്കളെ വന്ന് ചെവി തരുവീൻ എന്ന് കേൾപ്പിക്കുന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ പലപ്പോഴും നമ്മുടെ ചെവി തുറക്കാതിരിക്കുന്നു. നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ആഗ്രഹിക്കാതിരിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്കും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഇന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലും വസിക്കുവാനുള്ള ആഗ്രഹം വിട്ടുകളഞ്ഞുകൊണ്ട് താൻ ഇന്ന് സ്വയമായിരിക്കുന്ന തൻ്റെതായ ലോകത്തിലേക്ക് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എത്ര സ്നേഹത്തോടെ ഇന്ന് രാത്രിയിൽ വിളിക്കുകയാണ്, മക്കളെ, നിങ്ങൾ എന്ന് വന്ന് എനിക്ക് ചെവി തരുവിൻ. ഇന്ന് ഓരോരുത്തരും ഓരോരോ സാമ്രാജ്യത്തിൽ, അല്ലെങ്കിൽ ഓരോരുത്തൻ്റെ ബിസിനസ്സിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കും ഇന്ന് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം പലപ്പോഴും നമ്മുടെ ഹൃദയവും ചെവിയും തുറന്നു കൊടുക്കാറില്ല. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമുക്ക് മക്കളെന്ന പദവി തന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ ഞാനും നിങ്ങളും കൈക്കൊണ്ടപ്പോൾ എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും അവൻ എൻ്റെ ഉടയവനും എൻ്റെ സർവശക്തനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ, ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ക്ഷണിച്ചപ്പോൾ, ഞാൻ യേശുവിൻ്റെ മകനായി, അല്ലെങ്കിൽ യേശുവിൻ്റെ മകളായി. യേശുവിനെ നാം കൈക്കൊണ്ടപ്പോൾ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വാഴണമേ, എൻ്റെ കുടുംബ ജീവിതത്തിലേക്കൊന്ന് വാഴണമേ,
എൻ്റെ ജോലിയിൽ ഒന്ന് വാഴണമേ, എൻ്റെ സകലത്തിലും നാഥനായി നീ വാഴണമേ എന്ന് നാം ഒരു ദിവസം ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ നാം ഇൻവൈറ്റ് ചെയ്തതാ, നാം കർത്താവിനെ ക്ഷണിച്ചതാ. ഈ കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അത് മാത്രമാണോ? ആ കർത്താവ് നമുക്ക് അവൻ്റെ മക്കളാകുവാൻ, അവൻ്റെ മകളാകുവാൻ, മകനാകുവാനുള്ള ഒരു അധികാരം കർത്താവ് നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ മകനാണോ മകളാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇന്ന് വിശ്വാസികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ലോകത്തിൽ ഭയമാണ്, പിശാചിന് ഭയമാണ്, എല്ലാത്തിലും ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാണ്, മക്കളെ, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവിൻ. കാരണം നാം ഈ ലോകത്തിൻ്റെ ശബ്ദം കേട്ടാൽ, എത്ര നമ്മൾ ലോകത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് സമാധാനം ഒരിക്കലും ലഭിക്കയില്ല. എന്നാൽ യേശുവിൻ്റെ വാക്ക് കേട്ടാൽ, യേശുവിൻ്റെ ശബ്ദം നമ്മെ ജീവിപ്പിക്കുന്നവരായി മാറ്റും. യേശുവിൻ്റെ ശബ്ദം നമ്മുടെ മുഖം പ്രകാശിക്കുന്നതായി മാറ്റും. യേശുവിൻ്റെ ശബ്ദം നമ്മെ ജീവിപ്പിക്കുവാനിടയായി തീരും. ഇന്ന് യേശുവിൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ടോ? ഇന്ന് നാം ലോകത്തിൻ്റെ വാളവര തിന്ന് നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏദൻ തോട്ടത്തിൽ ആ ദൈവമാക്കി വെച്ച ആദവും ഹവ്വയും അവർ വളരെ സൗകര്യത്തോടെ സുഖത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ പിശാച് പാമ്പെന്ന രൂപേണ എല്ലാ ദിവസവും കിന്നരം പറയുവാൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരും. കിന്നാരം പറഞ്ഞ് ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്ന ദൈവ പദ്ധതിയിൽ നിന്ന് അവർ മാറിപ്പോയി. ദൈവ തേജസ് അവരിൽ നിന്ന് മാറിപ്പോയി. ദൈവം അവരെ മക്കളെന്ന പദവിയിൽ നിന്ന് അവർ മാറിപ്പോയി. ഇന്നും ഞാനും നിങ്ങളും ഒരു ഏദൻ തോട്ടത്തിലാക്കിയിരിക്കുന്ന ദൈവ പൈതലേ, നമ്മോട് പലപ്പോഴും കിന്നാരം ചോദിച്ചു വരുന്നത് എന്താണ്? ഈ ലോകത്തിലെ മീഡിയയാണ് ഇന്ന് പിശാചിന്റെ രൂപത്തിൽ നമ്മെ കിന്നാരം ചോദിച്ചുകൊണ്ട് വരുന്നത്. എല്ലാവരുടെ കയ്യിലും വളരെ സുലഭമായി നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ നാം ദൈവശബ്ദം കേൾക്കുന്നതിനുപരി ചെവിക്കകത്ത് വയർലെസ്സും ഘടിപ്പിച്ച് നാം എന്ത് ചെയ്യും? ഈ ശബ്ദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ കാണുന്ന പലതിനെയും കേട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ചെവി ഇന്ന് അടഞ്ഞു പോയിരിക്കുമ്പോൾ, ദൈവം കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നല്ലോ, അവിടെ ഒരു ശമരിയ സ്ത്രീയോട് യേശു പറയുകയാണ്, നീ ഈ ലോകത്തിന്റെ വെള്ളം കുടിക്കുന്നുവെങ്കിൽ പിന്നെയും നിനക്ക് ദാഹിക്കും. നാം ഈ ലോകത്തിന്റെ വെള്ളം കുടിച്ചാൽ, ഈ ലോകത്തിന്റെ കേട്ടുകൊണ്ടിരുന്നാൽ, ലോകത്തിന്റെ കാലഗതികളും ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരുന്നാൽ ലോകത്തിന്റെ ഒഴുക്കിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കും. ദൈവവചനമോ ദൈവശബ്ദമോ കേൾക്കുവാൻ നാം ഒരിക്കലും നമ്മുടെ ചെവിയെ നാം ട്യൂൺ ചെയ്ത് കൊടുക്കാറില്ല. നാം തന്നെ അറിയാതെ നാം ഒഴുകി ലോകത്തിന്റെ മയത്വത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അത് മാത്രമാണോ? ദൈവം എന്നെ മകനും മകളുമെന്ന പദവി വിട്ട് നാം കാണുന്നത് പോലെ ആ കർത്താവിന്റെ വചനത്തിൽ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നല്ലോ, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അവൻ ഇളയവന് അപ്പനിൽ നിന്ന് സ്വത്തുകളെല്ലാം വാങ്ങി അവൻ ദൂരദേശത്ത് പോയി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള അവന്റെ പിതാവിന്റെ ഭവനത്തിൽ വളരെ സുഭിക്ഷമായി ജീവിച്ചിരുന്ന മകൻ ആ പിതാവിന്റെ സകല അവകാശങ്ങളിൽ നിന്നും പിതാവ് കൊടുത്ത സകല അധികാരങ്ങളെയും വിട്ട് അവൻ ദൂരയാത്ര പോയി. അപ്പനെ വിട്ട്, അപ്പന്റെ ഭവനം വിട്ട് അവൻ ദൂരത്തേക്ക് മാറിപ്പോയിരിക്കുമ്പോൾ അവൻ വളരെ വിശന്നിട്ട് അവൻ അവിടെ നാം വായിക്കുമ്പോൾ, നമ്മൾ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, അവൻ വാളവരെ തിന്നുവാൻ ആഗ്രഹിച്ച് അത് അവന് ലഭിച്ചില്ല. ഇന്ന് ലോകം
ത്തിൽ നിന്ന് നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വാളവരയല്ലയോ? ഈ വാളവര നമ്മെ ജീവിപ്പിക്കത്തില്ല. ഈ വാളവര തിന്നാൽ നാം വീണ്ടും മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവീൻ. അവിടെ കർത്താവ് എന്തുകൊണ്ടാണ് അവിടെ ഇപ്രകാരം എഴുതിയത്? മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ. നാം തിരിച്ചറിയണം, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്, എൻ്റെ കർത്താവ് ആരാണ്, ഞാൻ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരണം. യേശുവിൻ്റെ ശബ്ദം കേൾക്കാതെ എൻ്റെ ജീവിതം ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് ദൈവശബ്ദം നാം കേൾക്കണം. അതിനുവേണ്ടി നാം പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കണം. ഒരു ദിവസവും എനിക്ക് ദൈവശബ്ദം കേൾക്കാത്ത എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോകുവാൻ ആരും അനുവദിക്കരുത്. ദൈവസന്നിധിയിൽ നാം ശബ്ദം കേട്ടാൽ കർത്താവിൻ്റെ പാതയിൽ നമുക്ക് നടക്കാം. പാപത്തെ വെറുത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിയും. ലോകത്തെ വെറുത്ത് ജീവിക്കുവാൻ കഴിയും. ലോകത്തിൻ്റെ കാലഗതികളിൽ നാം വീണുപോകാതിരിക്കേണ്ടതിന് യേശു ഇന്ന് നമ്മോട് പറയുന്നത്, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവിൻ. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞാൻ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തരാം. ദൈവവചനത്തിൽ നാം സങ്കീർത്തന ഭാഗത്തിൽ നമ്മൾ കാണുന്നു, അവിടെ നാം കാണുന്നത് എന്താണ്? ഞാൻ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും, ഞാൻ നിനക്ക് ദൃഷ്ടി വച്ച് ഞാൻ ആലോചന പറഞ്ഞു തരുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളൊന്നും നാം മുഖവിലേക്ക് എടുക്കാറില്ല. ദൈവം പറഞ്ഞ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാറില്ല. നാം ഇഷ്ടം പോലെ നമുക്ക് തോന്നിയതുപോലെ ഇന്ന് ലോകത്തിൽ നടക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ മേച്ചിൽ പുറത്തിൽ കൊണ്ടുപോകുകയും അകത്തു പോകുകയും പുറത്തു വരികയും അവർ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ ആടുകളുടെ നല്ല ഇടയൻ, അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നവനാണ് നമ്മുടെ ഇടയൻ. യേശു നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നവൻ, യേശു നമുക്ക് ജീവനായി മാറിയവൻ, വെളിച്ചമായി തീർന്നവൻ പറയുകയാണ്, ഞാൻ ഇടയനാകുന്നു. ആ ഇടയന്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആടുകളെയാണ് കർത്താവ് ഇന്ന് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിൽ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണ്? ഞാൻ യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ഇന്ന് ദൈവമക്കൾക്ക് ദൈവത്തെ സേവിക്കുന്നതിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലങ്ങളാണ് ഇന്ന് നാം ആയിക്കൊണ്ടിരിക്കുന്നത്. ദൈവഭയം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ദൈവഭയത്തിലേക്ക് നാം ഈ ദിവസങ്ങളിൽ മടങ്ങി വരണം. ദൈവശബ്ദത്തിലേക്ക് നാം മടങ്ങി വരണം. ദൈവാലോചനയിലേക്ക് നാം മടങ്ങി വരണം. യേശുവിൻ്റെ ശബ്ദം, എന്നെ ജീവിപ്പിക്കുന്ന ഈ ശബ്ദം ഞാൻ കേൾക്കണം. അത് നാം ദൈവവചനത്തിലൂടെ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവശബ്ദത്തെ നാം കേൾക്കുന്നുവെങ്കിൽ മറ്റുള്ളത് കേൾക്കും. അവിടെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, അന്യന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ആടുകൾ അനുഗമിക്കാതെ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയന്റെ വാക്ക് ഹേതുവായി അവർ പോകുന്നതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും അന്യന്റെ ശബ്ദം പുറത്തു നിന്ന് മുഴങ്ങുമ്പോൾ യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നവനാണ്, ഞാൻ നിങ്ങൾക്ക് പാത കാണിച്ചു തരുന്നതാണ്, ഞാൻ നിങ്ങളെ മേച്ചിൽ പുറങ്ങളിൽ ഞാൻ നടത്തുന്നതാണ് എന്ന് യേശു പറയുമ്പോൾ നമുക്ക് യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, യേശുവിൻ്റെ മാധുര്യമായ ശബ്ദം കേൾക്കുവാൻ നാം ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം കാഴ്ചവെക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടത് എൻ്റെ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം. ദൈവാനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം അർപ്പിക്കുന്ന കാര്യം ദൈവം നമ്മോട് സംസാരിക്കുക എന്നാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആദമിനെ ഹവ്വയെയും ദൈവം അവിടെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ഈ ദിവസവും വൈകുന്നേരം കുടുംബത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ വെയിലാറുമ്പോൾ യഹോവയായ ദൈവം അവിടെ ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്?
മനുഷ്യനും ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ബന്ധത്തിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ കൂട്ടായ്മയുടെ ബന്ധം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കത് മടക്കി തന്നിരിക്കുമ്പോൾ, ഈ ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും ആ പിതാവിൻ്റെ അടുക്കലേക്കുള്ള പ്രവേശനം ധൈര്യമായി പ്രാപിപ്പാൻ ഇടയായി തീർന്നതിൻ്റെ കാരണം കർത്താവ് നമുക്ക് വേണ്ടി പകരക്കാരനായതുകൊണ്ടാണ്. കർത്താവിൻ്റെ പാവങ്ങളെ അവൻ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ കയറിയത് കൊണ്ട് ഞാനിന്ന് അവൻ്റെ മകനായി, ഞാനിന്ന് അവൻ്റെ മകളായി, ഞാനിന്ന് അവൻ്റെ പൗരത്വത്തിലേക്ക് നാം കടക്കുവാനിടയായി തീർന്നു. അവൻ്റെ അവകാശം നാം പ്രാപിപ്പാനിടയായി തീർന്നു. ക്രിസ്തുവിലുള്ള സകല അവകാശങ്ങളും ക്രിസ്തുവിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളാലും യേശു നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. ആമേൻ. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ഇന്ന് നമ്മോട് പറയുന്നത്, നിങ്ങൾ വന്ന് എനിക്ക് ചെവി തരുവിൻ. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നീ എന്നിലേക്കൊന്ന് നിന്റെ ശബ്ദമൊന്ന് കേൾക്കുവാൻ ഞാൻ എൻ്റെ ചെവിയെ ഞാനൊന്ന് കൂർപ്പിക്കുകയാണ്. എൻ്റെ ചെവിയെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാനൊന്ന് കൂർപ്പിക്കുകയാണ്. ആമേൻ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞാൻ കാംക്ഷിക്കുന്നു എന്നായിരിക്കണം നമ്മുടെ ആഗ്രഹം. 42-ാം സങ്കീർത്തനത്തിലാണോ നമ്മൾ കാണുന്നത്, ഒരു മാൻ നീർത്തോടുകളിലേക്ക് കാംക്ഷിക്കുവാൻ കടന്നു പോകുന്നത് പോലെ നാം ദൈവസന്നിധിയിലേക്ക്, ദൈവിക ആരാധനകളിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാനും നിങ്ങളും വളരെ ആഗ്രഹത്തോടെ നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ ദൈവം മാനിക്കുവാനിടയായി തീരുമെന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. ആമേൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കെടുക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15 വാക്യം നമ്മളൊന്ന് വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. നിങ്ങൾ കേൾപ്പീൻ, ചെവി തരുവിൻ, ഗർവിക്കരുത്, യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. ആമേൻ. ദൈവം പറയുന്നു, നിങ്ങൾ കേൾപ്പിൻ. എന്തോന്ന് കേൾപ്പിൻ? നിങ്ങളുടെ ചെവി ഒന്ന്. നമുക്ക് വേണ്ടത്, നമുക്ക് ചെവിക്കൊരു പരിച്ഛേദന വേണം, നമ്മുടെ കണ്ണിനൊരു പരിച്ഛേദന വേണം, മൂന്നാമതായി നമ്മുടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ കേൾപ്പിൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? കേൾക്കാൻ വേഗതയുള്ളവരും പറയാൻ സാവധാനമുള്ളവരും കോപം ജ്വലിക്കാത്തവരുമായിരിക്കട്ടെ. നമ്മൾ തിരിച്ചാണല്ലേ, പെട്ടെന്ന് നമ്മൾ ചാടി സംസാരിച്ചു പോകും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ എന്താണ്? പറയാൻ താമസമുള്ളവരായിരിക്കണം, കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം. കുറച്ച് മാത്രമേ ദൈവമക്കൾ സംസാരിക്കാവൂ. ദൈവമക്കളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ നമ്മളെ പറയേണ്ടത് മാത്രമേ പറയാവൂ. വെറുതെ സംസാര ഭോഗങ്ങളിൽ നാം കുടുങ്ങിപ്പോവാൻ അനുവദിക്കരുത്. ആ ദൈവമക്കൾക്കുണ്ടാകുന്ന ഒരു ക്വാളിറ്റി, നാം പറയേണ്ടത് മാത്രം വ്യക്തവും സ്പഷ്ടമായിട്ട് പറയുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഇവിടെ പറയും, നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഗർവമുണ്ടോ? നാം ദൈവത്തോട് ഗർവിക്കുന്നവരാണോ? ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവിയെ നാം തുറന്നു കൊടുക്കാറുണ്ടോ? യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വളരെ ഒരു വാണിംഗ് പോലെ ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഇരുട്ടാകുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങൾ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുപ്പിൻ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കേ അവൻ തമസും കൂരിരുട്ടും വരുത്തും. ആമേ, സ്തോത്രം. ഈ വചനം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതല്ല, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഹൃദയത്തിൽ ഓർത്തതുകൊണ്ട് ഞാൻ എഴുതി വെച്ച വേറെ വചനമായിരുന്നു. പക്ഷെ വചനം എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് നിയോഗത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് ഈ വചനം ഞാൻ എടുത്തത്. ഇവിടെ പറയുന്നു,
നിങ്ങൾ കേൾപ്പിൻ, ചെവി തരുവിൻ, ഗർവിക്കരുത്, യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. ഇരുട്ടാകുന്നതിന് മുമ്പ്, ജീവിതത്തിൻ്റെ ദുർഘട സമയങ്ങളാകുന്നതിന് മുമ്പ് നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ, കർത്താവേ നിന്റെ ശബ്ദത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ തരികയാണ് കർത്താവേ. എന്താണ് കർത്താവേ നിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നത്? എൻ്റെ ആത്മീക ജീവിതത്തിന് തടസ്സമായിരിക്കുന്നത് എന്താണ്? എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമായിരിക്കുന്നത് എന്താണെന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരും. എവിടെയാണ് മകളെ ജീവിതത്തിൽ കുറവുകൾ എവിടെയുള്ളതാണ്? ആമേൻ. ദിവസങ്ങളിൽ ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചെവികളെ ഒന്ന് കൂർപ്പിച്ചാൽ, ചെവികളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുത്താൽ, നാം ദൈവ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ മുഴങ്ങുന്നു. അത് ദേവദാരുകളെ പ്രസവിപ്പിക്കുന്നു. അത് വനത്തിലെ തോലിരിക്കുന്നു. ആമേൻ എന്ന ദൈവവചനത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ശബ്ദം ശക്തിയോടുകൂടെ മുഴങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദം, ആമേൻ, മുഴങ്ങി കേൾക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നാം ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവിയൊന്ന് കർത്താവിന് വേണ്ടി കൊടുക്കാമോ? ഞാൻ പലതും കേൾക്കുന്ന എൻ്റെ ചെവിയാ, പലതും കാണുന്ന എൻ്റെ കണ്ണാ. ഇന്ന് കർത്താവേ, ഇന്ന് രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. ആമേൻ. നമുക്കൊരു വചനം കൂടെ വായിക്കാം. 119 സങ്കീർത്തനം 119 സങ്കീർത്തനത്തിൽ നമ്മളവിടെ കാണുന്ന ഒരു വാക്യം, നിന്റെ ന്യായപ്രമാണത്തിൻ്റെ 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം ഒന്ന് വായിക്കാം. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. അല്ലെങ്കിൽ ഞാൻ വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കേണമേ. ആമേൻ. ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കർത്താവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞാൽ, ഈ വചനം വായിക്കുമ്പോൾ ദൈവശബ്ദം എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ അകത്തിലെ കണ്ണ് ഒന്ന് തുറക്കണം. അകമേയുള്ള കണ്ണ് ഒന്ന് തുറന്ന് ഈ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നാം ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ, നിന്റെ അത്ഭുതങ്ങള്, നിന്റെ അടയാളങ്ങള്, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ചില അത്ഭുതങ്ങൾ എനിക്കിന്നും മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് തന്നെ എനിക്ക് വെളിപ്പെടുത്തി കിട്ടുവാൻ ദൈവമേ, നിന്റെ കൃപ എന്നിലേക്ക് നീ ഒന്ന് പകരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് രാത്രിയിൽ? കർത്താവേ, നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. നിന്റെ ശബ്ദമില്ലാതെ എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയത്തില്ല. ഒരടി ഞാൻ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നിന്റെ ശബ്ദം എനിക്ക് കൂടിയേ തീരൂ. നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. നിന്റെ കൃപ എൻ്റെ കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ. കർത്താവേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ എനിക്കൊന്ന് കാണേണ്ടതിന് കർത്താവേ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് തുറന്നു തരാമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ എന്ന്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേ, സ്തോത്രം, 141 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ നമ്മളൊരു വാക്യം കാണുന്നു. 141 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യത്തിൽ ഒരു വാക്യം കാണുന്നു. ആമേ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവി കൂർപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദോരം ഒന്ന് കാക്കണമേ. ഭക്തന്റെ പ്രാർത്ഥന ഇതാണ്. കാരണം
ഞാൻ അവിവേകം സംസാരിച്ച്, ആകാത്തത് കേട്ട്, ആകാത്തത് ചിന്തിച്ച് ദൈവത്തോടുള്ള ബന്ധവും, ദൈവത്തോടുള്ള സ്നേഹവും, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം, എൻ്റെ റിലേഷൻഷിപ്പ് മാറിപ്പോകാതിരിക്കേണ്ടതിന് നീ എൻ്റെ അധരദോരം ഒന്ന് കാത്തുകൊള്ളണമേ. നമ്മൾ എന്തെല്ലാം വാക്കുകൾ പറയാറുണ്ട്, നമ്മൾ എന്തെല്ലാം സംസാരങ്ങൾ നാം സംസാരിക്കാറുണ്ട്. ഒരു ഭക്തന്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ അധരദോരം ഒന്ന് ഒരു കാവൽ നിർത്തി, ഒരു ഗാഡിയണമേ, എൻ്റെ അധരത്തെ ഒന്ന് നീ ഗാഡിയണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് തടസ്സമായിരിക്കുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധരദോരം നാം കാക്കാത്തത് കൊണ്ടാണ്. അധരദോരത്തിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? ഈ അധരദോരത്തിൽ നിന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഒരു ഉറവയിൽ നിന്ന് തന്നെ 2 വിധം മധുരവും കയ്പും പുറപ്പെടുന്നത് എങ്ങനെയെന്ന് നാവിനെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ നമ്മൾ അവിടെ വായിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് ഈ വചനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഒരു പ്രാർത്ഥനയാണ്: യഹോവേ, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തി എൻ്റെ അധരദോരത്തെ ഒന്ന് കാക്കണമേ. കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ അധരദോരം, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ തടസ്സമാണെങ്കിൽ ഞാൻ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എൻ്റെ അധരദോരത്തെ ഒന്ന് നീ കാവൽ നിൽക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാമോ കർത്താവിൻ്റെ സന്നിധിയിൽ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. ദൈവശബ്ദം എൻ്റെ ജീവിതത്തിൽ നിന്ന് അകലമായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്: കർത്താവേ, നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. എനിക്ക് ദിനം പ്രതി നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. നിന്റെ ശബ്ദമില്ലാതെ എനിക്ക് ഒരു ദിവസവും എനിക്ക് എൻ്റെ രാത്രിയിലോ എൻ്റെ ഉറക്കത്തിലോ, കർത്താവേ, നിന്റെ ശബ്ദമില്ലാതെ എൻ്റെ ഒരു ദിവസം എനിക്ക് മുന്നോട്ട് നീങ്ങുവാൻ എനിക്ക് കഴിയത്തില്ല. യഥാർത്ഥമായി നിന്റെ ശബ്ദം നീ എന്നെ കേൾപ്പിക്കണമേ. നിന്റെ ശബ്ദമില്ല എങ്കിൽ എനിക്കൊന്നുമില്ല കർത്താവേ. നിന്റെ ജീവൻ എൻ്റെ ഉള്ളിൽ പകരണമെങ്കിൽ നീ എന്നോട് ഇടപെടണം, നീ എന്നോട് സംസാരിക്കണമെന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്നു 2-ാം വാക്യം മുതൽ. ആമേൻ. വാതിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയനാകുന്നു. അവൻ വാതിൽ കാവൽക്കാർക്ക് തുറന്നു കൊടുക്കുന്നു. അവിടെ കാണുന്നു ആടുകൾ അവന്റെ 3-ാം വാക്യം, 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോവുകയും തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോകുന്ന ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുകയും ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. ആടുകളായിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് അനുഗമിക്കേണ്ടത് യേശുവിൻ്റെ ശബ്ദത്തെയാണ് നാം അനുഗമിക്കേണ്ടത്. കർത്താവെ, നീ എന്നോട് സംസാരിക്കണമേ അപ്പാ, നീ എന്നോട് സംസാരിക്കണമേ. ആമേൻ. നാം ദൈവസന്നിധിയിൽ ആമേൻ. നമ്മുടെ അബ്രഹാം പിതാവ് ഈ സൊദോം ഗൊമോറയും നശിപ്പിക്കുന്ന ബന്ധത്തിൽ അവിടെ ഒരു പദം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, അവിടെ അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം സൊദോം ഗൊമോറയെ നശിപ്പിക്കാനുള്ള ആ സാഹചര്യം അടുത്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കുന്ന അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ദേശത്തെ നശിപ്പിക്കുമോ? അങ്ങനെ പറഞ്ഞ് 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്രകാരം ഒരു വാക്ക് അവിടെ കാണുന്നു. കർത്താവ് പറയുകയാണ്: ഈ വെറും ചാരവും പൊടിയുമായവൻ നിന്നോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ. നോക്കണം, അബ്രഹാമിൻ്റെ ഒരു എളിമ നോക്കണമേ. ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവത്തോട് അവർ കൺവെർസേഷൻ ചെയ്യുകയാണ്. നീ ഈ സൊദോം ഗൊമോറ നശിപ്പിക്കുമ്പോൾ അവൻ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്: ഈ വെറും ചാരവും പൊടിയുമായ ഞാൻ നിന്നോട് സംസാരിക്കുവാൻ തുനിഞ്ഞുവല്ലോ, എന്നോട് ക്ഷമിക്കണമെന്ന് ഭയപ്പെട്ടു നിന്ന ഒരു പഴയ നിയമം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക്
ഏതു നിമിഷവും കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ക്രിസ്തുവിലൂടെ നമുക്ക് യേശുവിലേക്ക് ആ തിരശീല, ആലയത്തിന്റെ തിരശീല ആമേൻ, മുകൾ മുതൽ അടിവരെ അത് ചീന്തി മാറി നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ, എൻ്റെ കർത്താവിനോട് സംസാരിപ്പാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇന്ന് കുറിവാക്യം 34:11 വായിച്ചു, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, ഞാൻ എങ്ങളുടെ ഭക്തിയെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രിയിൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.